Namaste Kochi. Ever felt confused to meet your dental surgeon? Is it the shy or the fear? Well, time to change your concepts. Witness the silence, elegance, and the safeness that we bring. Smile Kochi. Smile Kochi Dental Clinic invites you to a world of dental confidence. Smile Kochi. Been at Panarivattam, Kochi. Smile Kochi. We welcome you with the best hospitality, swift analysis, and special care for all your needs. We offer a complete dental solution for all age groups, equipped with specialized doctors, dedicated staffs, new gen technologies. It's time to speak out your concerns and explore our latest trends and mindful treatments on 1. General dental care, 2. Cosmetic dentistry, 3. Instant emergency care. We have the best advisory and treatment expertise, connecting you to a world filled with gracious smiles. Kochi. Worries, stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. Worries, stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കുട്ടികൾക്ക് നമുക്ക് നിര തെറ്റുമ്പോൾ, പല്ലുകൾക്ക് നിര തെറ്റുമ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്നതാണ് ബ്രേസസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ആ ബ്രേസസിൽ കൂടെ എല്ലാ മാസവും വരേണ്ടി വരും, അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും, അതിന് കുറച്ച് വേദനകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ടുള്ള പിള്ളേർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക്, സമയമില്ലാത്ത കുട്ടികൾക്ക്, ട്യൂഷൻ, മറ്റ് ക്ലാസ്സസ്, ആക്ടിവിറ്റീസൊക്കെ വരുന്ന കുട്ടികൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. അലൈനേഴ്സ് ട്രാൻസ്പെറൻ്റ് ആണ്, കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കൂടെ നമുക്ക് പല്ലിനെ നിരയാക്കാനും പറ്റും, ഒപ്പം തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അവരുടെ സമയത്തിനെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പല്ല് വെക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പല്ല് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഫിക്സഡ് ആയിട്ട് ഏതാണ് നല്ലത് എന്ന് ചോദിക്കാറുണ്ട്. ക്രൗൺ ആണോ നല്ലത്, അല്ലെങ്കിൽ ഇംപ്ലാന്റ് ആണോ എന്ന് നല്ലതെന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും ക്രൗണും ബ്രിഡ്ജും നമ്മൾ നല്ല രണ്ട് പല്ലിനെയും കൂടെ അതിനകത്ത് സപ്പോർട്ടായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇംപ്ലാന്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയാം. കാരണം ഇംപ്ലാന്റ് ആണ് നമുക്ക് എല്ലിനകത്തോട്ട്, എല്ലിൻ്റെ സപ്പോർട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഒറിജിനൽ പല്ലിനെ അതേപോലെ തന്നെ മിമിക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇംപ്ലാന്റ് എന്നുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പല്ലിലെ കമ്പി ഇടുമ്പോൾ അല്ലെങ്കിൽ അലൈനേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് ചേഞ്ച് വരുമോ എന്നുള്ളത്.
ചില കേസുകൾക്ക് നമുക്ക് മുഖത്തിന് ചേഞ്ച് വരുത്തേണ്ട കേസുകളുണ്ട്. അതായത് ചിലർക്ക് താടി ചെറുതായിരിക്കും, ചിലവർക്ക് മേൽത്താടി ചെറുതായിരിക്കും, ചിലർക്ക് മേൽത്താടി ഉള്ളിലേക്കായിരിക്കും. അങ്ങനെയുള്ള കേസുകളിൽ മാറ്റം വരേണ്ട കേസുകളിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം, മാറ്റം വരുത്താതെയും ചെയ്യാം. ഫേസിന് കാര്യമായിട്ട് ചേഞ്ചസ് ഇല്ലാതെയും നമുക്ക് കമ്പിയിട്ടും അലൈനേഴ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഫേഷ്യൽ ചേഞ്ചസ് ഇല്ലാണ്ട് നമുക്ക് അലൈനേഴ്സ് വെച്ചിട്ടാണ് കൂടുതലും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് ഫ്ലെക്സിബിൾ ആയിട്ട് മാറ്റാൻ പറ്റും. ഫേസിന് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. So keep smiling with Smile Kochi Dental Clinic. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. Worries? Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. അപ്പോൾ ഈ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഷൂട്ടൊക്കെ എനിക്ക് എപ്പോഴും ഉള്ളതുകൊണ്ട് എനിക്ക് കറക്ഷൻ ചെയ്യാൻ ഈ ബ്രേസസ് ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബ്രേസസ് ഇല്ലാണ്ട് എങ്ങനെ നമുക്കൊന്ന് കറക്ഷൻ ചെയ്യാൻ പറ്റും? അതിനും മാർഗമുണ്ട്. നിങ്ങൾക്ക് തന്നെയല്ല, ഈവൻ പുറത്തു പോയി വർക്ക് ചെയ്യുന്നവർക്കും ഇതേ ഇഷ്യൂ തന്നെയാണ്. കാരണം എല്ലാ മാസവും വന്ന് ടൈറ്റൻ ചെയ്യാൻ പ്രയാസമായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ അലൈനേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് കൊണ്ടുവരുന്നത്. ഇത് കമ്പി എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുമാതിരി തന്നെ ഇതും വർക്ക് ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ, എല്ലാ മാസവും നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് പകരം ഈ ട്രേ നമ്മൾ എല്ലാ ആഴ്ചയിലും മാറ്റി മാറ്റി കൊടുക്കുക. ഓക്കെ. അല്ലെങ്കിൽ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ മാറ്റി മാറ്റി കൊടുക്കുക. 2 ടെക്നിക്കുണ്ട്. ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കുണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട് അലൈനേഴ്സിൽ തന്നെ. അപ്പം പെട്ടെന്ന് എടുക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഓരോ ട്രേയും മാറ്റിയിട്ട്. അതിൽ പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഫസ്റ്റ് ഇട്ടതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട്. അപ്പം പ്രശ്നമല്ല, നമുക്ക് യൂസ് അല്ലാത്തൊരു സാധനം നമ്മളൊരു പേടയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വായിൽ പേട വെച്ച് സംസാരിക്കുന്നു, അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ആൾക്കാർ സത്യം സ്ക്രൂ ഒക്കെ ഇട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ. അങ്ങനെ കമ്പി ഇടുന്ന പോലെ തന്നെ നമുക്ക് പല്ലിനെ നമുക്ക് നേരെയാക്കാൻ പറ്റും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരുപാട് കോംപ്ലക്സിറ്റി ഉള്ള കേസുകൾ നമുക്ക് അലൈനേഴ്സ് വെച്ച് നടക്കില്ല. എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പം ഇൻ കേസ് എനിക്ക് അലൈനേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് കോട്ടയത്തല്ലേ, ഞാൻ അതിന് ഓരോ തവണ എറണാകുളത്തിന് വരേണ്ടി വരുമോ? ഈ ഓരോ സിറ്റിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ഈച്ച് ടൈം ഇപ്പോൾ ബ്രേസസ് ഇടുമ്പോൾ അങ്ങനെയല്ലേ, നമ്മൾ ഓരോ പ്രാവശ്യം വരണം, ടൈറ്റ് ചെയ്യണം, അതുപോലെ തന്നെയാണോ അലൈനേഴ്സിന്? അല്ല, അലൈനേഴ്സിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് അവിടെയാണ്. കാരണം അലൈനേഴ്സ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 2-3 സിറ്റിംഗ് നമുക്ക് വേണ്ടി വരും. ഫസ്റ്റ് അളവെടുക്കുക, അതിന് എന്തായാലും ഇവിടെ വരേണ്ടി വരും. പിന്നെ ഒരു ട്രയൽ ഉണ്ടാവും, സെക്കൻഡ് സിറ്റിംഗ്, തേർഡ് സിറ്റിങ്ങിന് നമ്മൾ ഫൈനൽ ഡെലിവറിയും ചെയ്യും. ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഫുൾ കിറ്റും നമുക്ക് കൈ കൊണ്ടുപോകാം. നമ്മൾ തന്നെയാണ് പിന്നെ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അങ്ങനെയാണ് ഇപ്പൊ പുറത്തുനിന്നുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ചെയ്തിട്ടങ്ങ് പോകാവുന്നതേ ഉള്ളൂ. അതെ. ഇത് നമുക്ക് ആക്ച്വലി ഇപ്പോഴും പേഷ്യൻസ് ഉണ്ട്, പുറത്തുനിന്നുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട്. എല്ലാവരും വന്നൊന്ന് അളവൊക്കെ എടുത്തിട്ട് എല്ലാം ചെയ്യും. പിന്നെ എന്തെങ്കിലും കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് മുന്നിൽ കൊറിയറായിട്ട് എന്തെങ്കിലും അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ അസിസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ഹായ്, ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ, പ്രായമുള്ളവർക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം പ്രായമുള്ളവർക്ക് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രായമുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. കാരണം ഈ ഊരിയെടുക്കുന്ന ഡെഞ്ചറുകളൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ ലൂസാകും, കടിക്കാൻ പറ്റില്ല, പല്ലിന് അര ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇംപ്ലാന്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡെഞ്ചേഴ്സ്, ഇംപ്ലാന്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള പല്ലുകൾ, അതാണ് ഇപ്പോഴും കുറച്ചുകൂടെ നല്ലത്, പ്രായമുള്ളവർക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും. അപ്പം പ്രായമുള്ളവർക്കുള്ള ഒറ്റ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ തേയ്മാനം, അല്ലെങ്കിൽ എല്ല് പ്രോപ്പർ കണ്ടീഷനിലാണെങ്കിൽ ഇംപ്ലാന്റ് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുമ്പം ഡയബറ്റിക്സ്, HbA1c നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട്
അൺകൺട്രോളബിൾ വല്ലതും ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ നമുക്കൊരു പ്രയാസം വരുന്നത്. വൈറ്റമിൻ ഡി ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇംപ്ലാന്റ് ഇറ്റ് ഷുഡ് ബി സേഫ് ഫോർ എ വെരി ലോങ് ടൈം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പല്ലുകളുടെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മളതിന് യൂസ് ചെയ്യുന്നത് എസ്തെറ്റിക് ഫില്ലിങ്സ് അഥവാ കോമ്പോസിറ്റ് ഫില്ലിങ്സ് ആണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. ഒറ്റ ദിവസം എന്തിന് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗ്യാപ്പ് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ ഒരു സെക്ഷനാണ് വെനിയർ എന്ന് പറയുന്ന സെക്ഷൻ. വെനിയർ എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിഫിഷ്യലി പല്ലിൻ്റെ പുറത്ത് ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കുന്നതിനാണ് വെനിയർ എന്ന് പറയുന്നത്. വെനിയർ യൂസ് ചെയ്ത് നമുക്ക് പല്ലിൻ്റെ കളർ വ്യത്യാസം വരുത്താം, ചെറിയ പൊട്ടലുകൾ മാറ്റാം, ഗ്യാപ്പ് മാറ്റാം, ചെറിയ പൊന്തലുകളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിലാണ് കല്യാണം, അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിലാണ് കല്യാണം എന്നൊക്കെ പറയുന്നവർക്ക് ഈസി ആയിട്ട് നല്ല സ്മൈൽ കിട്ടാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് വെനിയർ ട്രീറ്റ്മെൻറ്റ്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. നമുക്കൊരു പല്ല് നഷ്ടമായാൽ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ആയിട്ടായിരിക്കും. ഒരിക്കലും ഊരിയെടുക്കുന്ന പല്ലുകൾ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഫിക്സഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാച്ചുറൽ ടീത്തിനെ മിമിക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. പല്ലൊരെണ്ണം പോയി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? 32 പല്ലുണ്ട്, പോട്ടെ 28 പല്ലുണ്ട്, പിന്നെ എന്തിനാ വെറുതെ റീപ്ലേസ് ചെയ്യുന്നത് എന്തിനാ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ പോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 32 പല്ലിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം പോയാൽ പോലും അതിൻ്റെ ബാലൻസ്, അതിൻ്റെ ഒരു ഈക്വിലിബ്രിയം, ആ ഒരു ബാലൻസ് പോയാൽ തന്നെ നമ്മുടെ പല്ലിനും ജോയ്ക്കും നമ്മുടെ ജോയിൻറ്റിനും നമ്മുടെ ഫേസിന് തന്നെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് പെട്ടെന്നായിരിക്കില്ല അതിൻ്റെ സൈഡ് എഫക്ട്സ് മനസ്സിലാവുക. കുറേ കാലങ്ങൾ കഴിയുമ്പോഴാണ് മറ്റുള്ള പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി അതിൻ്റെ ഇടയ്ക്ക് കേടുവന്ന് മറ്റുള്ള പല്ലുകളും കൂടെ നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണാൻ തുടങ്ങും. ഇതാണ് ഒരു പല്ല് നമ്മൾ എടുത്തു കളഞ്ഞാൽ ഉണ്ടാവുന്ന ദോഷം. അതുകൊണ്ട് തന്നെയാണ് ഒരു പല്ലായാലും 2 പല്ലായാലും എത്ര പല്ല് എടുത്തു കളഞ്ഞാലും അത് റീപ്ലേസ് ചെയ്യണം, അഥവാ പല്ല് എടുത്ത് കളയാൻ വേണ്ടി നോക്കരുത് എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മോണ കാട്ടിയുള്ള ചിരി അഥവാ ഗമ്മി സ്മൈൽ എന്നതിനെക്കുറിച്ചാണ്. ഗമ്മി സ്മൈൽ ഉള്ള പലരും വന്ന് ചോദിക്കാറുണ്ട്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിരിക്കാൻ പറ്റാറില്ല, ചിരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണ് എന്ന് പലരും പറയാറുണ്ട്. ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് പല റീസൺസ് കൊണ്ടാണ് വരുന്നത്. ആ റീസൺസ് എന്തു തന്നെ ആയാലും ഇപ്പോഴത്തെ സയൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചില കേസുകളിൽ നമുക്ക് 2-3 സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ലിപ്പ് കറക്ഷൻ കൂടെ അല്ലെങ്കിൽ ഗമ്മി സ്മൈലിനുള്ള കറക്ഷനിൽ കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അഥവാ അല്ലാതുള്ള കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ കവർ ചെയ്യാൻ പറ്റും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ടാവും. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് ചിലർ ചിരിക്കുമ്പോൾ ഈ ഗംസ് ഭയങ്കരമായിട്ട് കാണും. അപ്പം അതിനൊക്കെ നമുക്ക് കറക്ഷൻ ഉണ്ട്, അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. അത് അതിൻ്റെ പേര് ഗമ്മി സ്മൈൽ എന്നാണ് ഞങ്ങൾ പറയുക. അത് എല്ലും മോണ എല്ലാം കൂടെ തള്ളിയിരിക്കുമ്പോഴാണ് നമുക്ക് അത്രയും വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലിപ് ലെങ്തനിങ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറാണ്. ചെറിയ രീതിയിൽ നമുക്ക് കറക്ഷൻസ് കൊണ്ടുവന്ന് അതിനെ മാസ്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പെയിൻഫുൾ ആണോ ഈ പ്രൊസീജിയർ? പെയിൻഫുൾ അല്ല, അതും നമുക്ക് ലേസിൽ ചെയ്യാം. ലേസിൽ ചെയ്യുമ്പോൾ ഒത്തിരി ലൈക്ക് കട്ട് ഷോർട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു ഹാസൽ ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പല്ല് ക്ലീൻ ചെയ്യണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? പല്ല് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല്ലിന് എന്തെങ്കിലും പ്രശ്നം പറ്റാറുണ്ടോ? ഇതൊക്കെയാണ് ഒട്ടുമിക്ക ആൾക്കാരും നമ്മളോട് വന്ന് ചോദിക്കാറുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കാറുകൾ നിങ്ങൾ വൺസ് ഇൻ എ വീക്കെങ്കിലും കൊണ്ട് ഒരു വൺസ് ഇൻ എ മന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ക്ലീനിങ്ങിന് കൊണ്ട് കൊടുക്കില്ലേ? അതേപോലെയല്ല ഉള്ളൂ പല്ലുകളും. നമ്മൾ ക്ലീൻ ചെയ്താൽ പോലും നമ്മളുടെ ബ്രഷുകൾക്ക് എത്താൻ പറ്റാത്ത പല ഏരിയാസും നമ്മളുടെ പല്ലുകളുടെ ഇടയിലുണ്ട്. ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യണമെന്നോ ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല. 6 മാസത്തിലൊരിക്കൽ വന്ന് ക്ലീൻ ചെയ്യുന്നതിന് അതിന് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ക്ലീൻ ചെയ്യണം. കാരണം അതാണ് നിങ്ങളുടെ ടീത്തിൻ്റെ ഹെൽത്തിന് ഏറ്റവും ബെറ്റർ. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. കുട്ടികൾക്ക് കമ്പിയിടാതെ പല്ലിന് നിരയാക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. നമുക്ക് അലൈനേഴ്സ് പോലത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തീർച്ചയായിട്ടും കുട്ടികളിൽ പോലും നമുക്ക് പല്ലിനെ നിരയാക്കാൻ പറ്റും. പല്ലിൽ കമ്പി ഇടുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് പല്ലിന് മുറുക്കുമ്പോഴുള്ള വേദന, ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, കുട്ടികൾ വലിച്ചു പറിച്ച് കളയാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം കുട്ടികൾ പൊതുവെ കമ്പി ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1 മാസം ഒരു കമ്പി ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടെ നമുക്ക് കമ്പി ഡിലേ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കുള്ള സൊല്യൂഷനാണ് അലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് പല്ല് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ പല്ലിന് നിരയാക്കാം എന്നുള്ളത്. അലൈനേഴ്സ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കംഫർട്ടാണ്. വേദനയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഒരു 2-3 പ്രാവശ്യം ഞങ്ങളെ വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റിവ്യൂ എന്നുള്ളതല്ല, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ എന്നുള്ളതല്ലാതെ അതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മളെ വന്ന് കാണേണ്ട ആവശ്യമില്ല. അപ്പം ഇൻ ഷോർട്ട്, പേരൻസും ഹാപ്പി, കുട്ടികളും ഹാപ്പി. സോ ഇതാണ് അലൈനേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചിയിൽ നിന്നാണ്. നിങ്ങൾ പല്ല് എടുത്ത് കളഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ആ പല്ലുകൾ തിരിച്ച് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. കാരണം മറ്റുള്ള പല്ലുകളെയും കൂടെ ഡാമേജ് ചെയ്യാൻ മേലിൽ നിന്നുള്ള പല്ലുകൾ, അതിന് ഓപ്പോസിറ്റിലുള്ള പല്ലുകൾ ഇറങ്ങി വരും. സൈഡിലുള്ള പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി കേടുകൾ വരാം. കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഒരു പല്ല് എടുത്തത് കളയുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ 4 ടയർ ഉണ്ടായ വണ്ടി ഓടിക്കുകയുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും പല്ലെടുത്ത് കളയുന്നവരും എല്ലാ പല്ലുകളോടുകൂടി മാത്രമേ ചവയ്ക്കാൻ പാടുള്ളൂ. കാരണം അത് ബാക്കി പല്ലുകളെയും കൂടെ നശിപ്പിച്ച് എടുക്കുന്നതാണ്. പല്ല് വെക്കുന്നതിന് പല സൊല്യൂഷൻസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation.
Smile Kochi, nurturing your smiles to positivity. ഹായ്, ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ അലൈനർ എന്ന് പറയുന്നത് എന്താണ്? അലൈനർ എന്ന് പറയുന്നത് ആ പേരിൽ പറയുന്ന പോലെ തന്നെ പല്ലുകളെ അലൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് അലൈനർ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ പല്ലിനെ തെറ്റിയ പല്ലുകളെ നിരയൊത്തതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കമ്പിക്ക് പകരം യൂസ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് അലൈനർ എന്ന് പറയുന്നത്. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് അലൈനേഴ്സ് ആണ്. ഈ അലൈനേഴ്സ് ഒറ്റയൊരെണ്ണമല്ല, ഇതിൻ്റെ പല നമ്പറുകൾ കാണും. കുറേ നമ്പറുകൾ, ഓരോ പേഷ്യൻസിന് എത്ര നമ്പർ വേണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് ആ പേഷ്യൻറ്റിന് കൊടുക്കും. ഓരോ അലൈനർ ട്രേയും ചില കേസുകളിൽ 10 ദിവസം 2 ആഴ്ച കൂടി നമ്മൾ അടുത്ത ചേഞ്ച് ചെയ്ത് മാറ്റി, നമ്മൾ തന്നെ മാറ്റി, പേഷ്യൻ്റ് തന്നെ മാറ്റിയിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്, നമ്മൾക്ക് തന്നെ പേഷ്യൻസിന് തന്നെ അത് മാറ്റാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് സ്വന്തം കയ്യിൽ കൺട്രോളിൽ തന്നെ ആയിരിക്കും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതും കമ്പിയുടെ പോലെ കുറച്ച് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് കമ്പി ഇടുമ്പോൾ പല്ലിന് മുറിവുകളോ വായ്ക്ക് മുറിവുകളോ ഒക്കെ ഉണ്ടാകാം. അതൊന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് പല്ലിനെ നിരയാക്കാൻ പറ്റുന്ന യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അലൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ചെറുപ്പകാലത്ത് എല്ലാവരും ഉപ്പ് വായൊക്കെ തുറന്ന് കിടന്നുറങ്ങുന്നവരുടെ വായിൽ ഉപ്പിട്ട് നോക്കുകയും ഒക്കെ കളിയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വാ ഉറങ്ങുന്നത് തന്നെ ഒരു തരം അസുഖമായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ വാ തുറന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് മൂക്കിൽ കൂടെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റായ്ക വരുമ്പോഴാണ് നമ്മളെപ്പോഴും വാ തുറന്ന് ഉറങ്ങുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, അതായത് എന്ത് റീസൺ കൊണ്ടാണ് നമുക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് ആണ് ഫസ്റ്റ് കൺസേൺ. അപ്പോൾ അതിൽ മൂക്കിൻ്റെ ENT ഡോക്ടറെ കാണിക്കേണ്ടി വരും. മൂക്കിൻ്റെ അറകൾ പരിശോധിക്കേണ്ടി വരും. മൂക്കിൻ്റെ അഡിനോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയെ പരിശോധിക്കേണ്ടി വരും. ഇതിനൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ജോ റിലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിലുള്ള ഒരു റിലേഷൻ. അതിൻ്റെ തെറ്റുകൾ കൊണ്ട് നമുക്ക് എയർവേ കൺസ്ട്രക്റ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വായിൽ കൂടെ കൂടുതൽ ശ്വാസം എടുക്കാറുണ്ട്. ഇങ്ങനെ വായിൽ കൂടെ ശ്വാസം എടുക്കുന്നതിൽ കൂടെ നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നത്, ചെറുതിലേ തൊട്ട് തുടങ്ങുന്ന കുട്ടികൾക്ക് മുഖത്തിന് ഒരു ബേർഡ് ഫേസസ് എന്ന് പറയും, ഒരു കിളികളുടെയൊക്കെ മുഖം പോലെ ചെറിയ മുഖമായിട്ട് വരാറുണ്ട് വായിൽ കൂടെ ശ്വാസം എടുക്കുന്നതിൽ കൂടെ. അതുപോലെ പല്ല് പൊന്താറുണ്ട്. അങ്ങനെ പല റീസൺസ് നമ്മൾ വായിൽ കൂടെ ശ്വാസം എടുക്കുന്നതിൽ കൂടെ വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ചിരിക്കാൻ മടിയുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷനുണ്ട്, തീർച്ചയായിട്ടും സൊല്യൂഷനുണ്ട്. ഒരിക്കലും നമുക്ക് ഇപ്പം ഈ വന്ന കാലത്ത് നമുക്ക് സൊല്യൂഷൻ ഇല്ലാതെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ സ്മൈൽ കറക്ഷൻ, അതായത് ചിരിക്കാൻ മടിയുള്ളവരെന്ന് പറഞ്ഞാൽ ഒന്നിയിൽ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പായിരിക്കാം, പല്ലിലെ ഇടയ്ക്ക് കേടുകൾ വന്നിട്ടായിരിക്കാം, പല്ല് പൊട്ടിയിട്ടായിരിക്കാം, പല്ല് മിസ്സിങ് ആയിട്ടുള്ളവർ കാണും, പല്ലില്ലാതെ ഉള്ളവർ കാണും. ഇങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ തന്നെ നമ്മൾക്ക് ഒത്തിരി അധികം സൊല്യൂഷൻസ് ഉണ്ട്. അത് നമുക്ക് കോസ്റ്റ് കുറഞ്ഞതുണ്ട്, കോസ്റ്റ് കൂടിയതുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ നമുക്ക് സ്മൈൽ കറക്ഷനിൽ കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരിടത്ത് നിന്ന് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ചിരി ശരിയല്ലെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടുകയില്ല. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എല്ലാ രീതിയിലും. എങ്ങനെ സ്മൈൽ പന്നലാണെന്ന് പറഞ്ഞാലും അതിനെല്ലാം ഒരു സൊല്യൂഷനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ചിരിയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും. Stay unless consulted. Ping us to book your consultation. Smile Kochi,
nurturing your smiles to positivity. Hi, doctor. ഹലോ, How are you? ഫൈൻ ആൻഡ് ഫൈൻ. ഹൗ ആർ യു? I'm good, thank you. അപ്പം ഞാൻ ഈ സ്മൈൽ കറക്ഷനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഈ ചിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അതെ. അപ്പം നമ്മൾ ഈ സ്മൈൽ കറക്ഷൻ ചെയ്യുന്നത് കുറേ പേർക്കും പേടിയുണ്ട് എങ്ങനെയാണ് ഈ സംഭവം ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതുകൂടാതെ ഇതിനകത്തെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ചിലർക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതോടൊക്കെ മേ ബി ഐ ഡു എ വീഡിയോ റിഗാർഡിംഗ് ദ സെയിം. നമുക്ക് ഇപ്പം സ്മൈൽ എന്ന് പറയുന്ന ഓരോരുത്തരുടെയും ഒരു പ്രൈവറ്റ് സ്വത്ത് എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. നമ്മുടെ സ്മൈൽ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ കോൺഫിഡൻസും വരിക. അതെ. നമുക്ക് ചിരിക്കാൻ നല്ല പല്ലില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് നിന്ന് ഈ പറഞ്ഞാലും നിങ്ങൾക്ക് ആണെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിലോ എന്തായാലും നമുക്ക് ആ പല്ല് നല്ല അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. എന്നോട് ഒരു ആൻറ്റി വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് 18ാമത്തെ വയസ്സ് മുതൽ സ്മൈൽ കറക്ഷൻ നടക്കുന്നതാണ്. ആരും വെച്ചാൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല പുള്ളിക്കാരിയെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല. ആർക്കും വലിയ ഐഡിയ ഇല്ലല്ലോ ഇത് എങ്ങനെയാണെന്നുള്ളത്. അതെ. അപ്പൊ അന്നത്തെ കാലത്ത് പിന്നെ അത്രയും ടെക്നോളജീസും ഇല്ല, അതുകൊണ്ട് കൂടിയുണ്ട്. അപ്പൊ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ടെക്നോളജി ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കറക്റ്റ് ചെയ്തെടുക്കാം, എങ്ങനെ വേണേലും ലൈക്ക് നിമിഷ നേരം കൊണ്ട് കറക്ഷൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്മൈൽ കറക്ഷനകത്ത് നമുക്ക് പല രീതിയിൽ ആൾക്കാർക്ക് മെയിൻലി ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് മേ ബി ക്രൂക്കഡ് ടീത്ത് ആയിരിക്കാം, ഗ്യാപ്പ് ആയിരിക്കാം, പിന്നെ ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് മേപ്പോട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് ചിലപ്പോൾ താപ്പോട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ അതെല്ലാം നമ്മൾ സ്മൈല് നോക്കി നമ്മളൊരു സ്റ്റഡി ചെയ്യും. ഒരു സ്റ്റഡി മോഡലൊക്കെ വെച്ചിട്ട് നമ്മുടെ പല്ലും നമ്മുടെ ഫോട്ടോസും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ കണ്ണിനും ഒക്കെ മാച്ച് ചെയ്യുന്ന പോകുന്ന രീതിയിലാണ് നമ്മൾ സ്മൈൽ ഡിസൈൻ ചെയ്യുന്നത്. ലിപ്പിൻ്റെ കോർണേഴ്സ് ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ സ്മൈൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം സ്മൈൽ ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, ഓ ഇത് നമുക്ക് ഇങ്ങനെ മാറ്റായിരുന്നു. ഞാൻ എൻ്റെ പഴയ ഫോട്ടോസും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൽ എന്തോ എത്രമാത്രം വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകും. ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്ത് ഇത് ട്രീറ്റ്മെൻറ്റ് തീരുന്ന വരെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം. എനിക്ക് ടെൻഷൻ കൂടിയൊരു ക്യാരക്ടർ, പക്ഷെ അതൊന്നും ഇല്ലാതെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് തീരുന്നവരെ നന്നായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് വരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഈ ടീത്തിനൊക്കെ ഗ്യാപ്പ് ഉള്ള ആൾക്കാരില്ലേ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട പ്രോസസ്സാണോ അതോ ഈസിയർ ആണോ? രണ്ട് രീതിയിലും ചെയ്യാം. ലൈക്ക് ഇപ്പം ഇന്നർ ഡേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ലൈക്ക് 1 hourനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ ലൈക്ക് കുറച്ചുകൂടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പ്രൊസീജിയേഴ്സിലേക്കാണ് നോക്കുന്നതെങ്കിൽ കുറച്ച് സമയം എടുത്ത് ഒരു മേ ബി ഒരു വിത്തിൻ 1 week 2 weeksനുള്ളിൽ നമുക്ക് തീർക്കാവുന്ന പ്രൊസീജിയേഴ്സും ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്കത് ചെയ്യാം. എല്ലാം ഫ്ലെക്സിബിൾ ആണ്. ഈവൻ എക്കണോമിക് വൈസും ഫിനാൻഷ്യൽ വൈസും ഇത് ഫ്ലെക്സിബിൾ ആണ്. കുറഞ്ഞ രീതിയിലും ചെയ്യാം, നല്ല രീതിയിൽ കുറച്ചുകൂടെ കൂടിയ രീതിയിലും ചെയ്യാം. ഇംപ്ലാന്റ് സേഫ് ആണോ, അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും സേഫായിട്ട് നമുക്ക് ബോഡിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇംപ്ലാന്റ്. ഇംപ്ലാന്റ് ഇസ് മെയ്ഡ് ഓഫ് ടൈറ്റാനിയം. ഈ ടൈറ്റാനിയത്തിൽ തന്നെ ആക്ച്വലി മെഡിക്കൽ ഗ്രേഡുകളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈറ്റാനിയം നല്ല മെഡിക്കൽ ഗ്രേഡോട് കൂടിയ ടൈറ്റാനിയം ഇംപ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ബോഡിയിൽ ബയോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുമായിട്ട് നമ്മുടെ എല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന ടൈപ്പാണ് നമ്മുടെ ഇംപ്ലാന്റ്സ് അവൈലബിൾ ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി നല്ല പ്രൊഡക്റ്റുകൾ ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത്. ടൈറ്റാനിയത്തിൻ്റെ മെഡിക്കൽ ഗ്രേഡാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇംപ്ലാന്റ്സ് ലോങ് ലാസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുമോ? തീർച്ചയായിട്ടും. നമ്മുടെ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് ബോണുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഏറ്റവും ദീർഘകാലം നമുക്ക് വായിൽ കിടക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്, 2-3 കണ്ടീഷൻസ് ഉണ്ട്. എല്ലിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇംപ്ലാന്റ് ഫെയിൽ ആവുകയുള്ളൂ. അതിൽ ഒന്ന് നമുക്ക് അൺകൺട്രോൾഡായിട്ട് വരുന്ന ഡയബറ്റിക് എന്ന് പറയുന്നത്, ചിലവർക്ക് വൈറ്റമിൻ ഡിയുടെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്, ചിലവർക്ക് എല്ലിനെ സംബന്ധിച്ച് ചില അസുഖങ്ങൾ വരുന്നവർക്കും ഇതേ സംഭവങ്ങൾ സംഭവിക്കാം. അതല്ലാത്ത പക്ഷം ഇംപ്ലാന്റ്സ് ഇസ് ഓൾവേസ് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഇറ്റ് സെർവ്സ് ഫോർ യുവർ ലൈഫ്. നമുക്ക് ഇംപ്ലാന്റ്സ് പല റേറ്റിൽ അവൈലബിൾ ആണ്. പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇത്ര കുറവാണല്ലോ, അവിടെ ഇത്ര കൂടുതലാണല്ലോ എന്ന് പലരും വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഫാക്ടർ ഉണ്ട്. നമ്മുടെ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് ടൈറ്റാനിയം കൊണ്ടാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ടൈറ്റാനിയത്തിനൊരു മെഡിക്കൽ ഗ്രേഡ് ഉണ്ട്. നല്ല മെഡിക്കൽ ഗ്രേഡ് ഉള്ള ടൈറ്റാനിയം ഇംപ്ലാന്റ്സ് വെച്ചില്ലെങ്കിൽ അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ
നല്ല മെഡിക്കൽ ഗ്രേഡ് ഉള്ള ഇംപ്ലാന്റുകളാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിസ്റ്റിങ്ങിൽ തന്നെ, അതായത് വേൾഡിൽ തന്നെ ഇംപ്ലാന്റ്സിൻ്റെ ബെസ്റ്റ് ലിസ്റ്റിങ്ങിൽ തന്നെ ഒരു ഫസ്റ്റ് ഒരു 5 എണ്ണമെങ്കിലും അതിലേതെങ്കിലും നല്ലതിലോ ഒരെണ്ണം വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം ഒരിക്കലും അതിന് ക്വാളിറ്റി കുറഞ്ഞതോ അല്ലെങ്കിൽ വില കുറഞ്ഞതോ നോക്കി ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ തന്നെ ഒരു റിസർച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും വേൾഡ് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇംപ്ലാന്റ്സുകൾ പ്ലേസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഞങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ചില ആൾക്കാരുടെ ഡൗട്ട് എന്ന് പറയുന്നത് പല്ലിൻ്റെ മഞ്ഞ കളർ എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടത് പല്ലിൻ്റെ മഞ്ഞ കളർ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ അത് എന്ത് തന്നെ റീസൺ ആയാലും, പല റീസൺസ് ഉണ്ട് പല്ലിൻ്റെ മഞ്ഞ കളർ വരുന്നത്. അത് എന്ത് തന്നെ റീസൺ ആയാലും നമുക്കതിനെ സൊല്യൂഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമാണ് ഈ പല്ലിലെ കളർ എന്ന് പറയുന്നത്. പല ടൈപ്പിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതിന് അവൈലബിൾ ആണ്. ടീത്ത് വൈറ്റനിങ് അവൈലബിൾ ആണ്. ചില കേസുകൾ നമുക്ക് ലാമിനേറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും, ചില കേസുകൾ വെനിയേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും, ചില കേസുകൾ എസ്തെറ്റിക് ഫില്ലിംഗ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല്ലിൻ്റെ മഞ്ഞ കളർ മാറ്റാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഡൗട്ടാണ്, എനിക്ക് ഒരു കുറച്ചാഴ്ച 2 ആഴ്ചയുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അതിനുള്ള ഉത്തരവാണ് ഞാനിപ്പോൾ ഇന്നിവിടെ തരുന്നത്. നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇംപ്ലാന്റ് ചെയ്യാൻ ഒരൊറ്റ ദിവസത്തെ കാര്യം മതി. പക്ഷേ ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് വെക്കുന്ന ക്യാപ്പിനാണ് നമ്മൾ സമയമെടുത്ത് ചെയ്യുന്നത്. അതായത് ക്യാപ്പ് നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം, പ്രൊവൈഡഡ് നിങ്ങളുടെ എല്ലിന് അത്ര അധികം ശക്തിയുണ്ട് അല്ലെങ്കിൽ നല്ല ബലമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ ക്യാപ്പ് ചെയ്ത് കൊടുക്കാം. വിത്തിൻ 1 വീക്ക് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല, എല്ലിന് അത്രയും നമുക്ക് ടൈറ്റൻ ചെയ്യുമ്പോൾ, ഇംപ്ലാന്റ് ടൈറ്റൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഒരു ശക്തി ബലം ഫീൽ ചെയ്തില്ല, അതിന് മെഷർമെൻറ്റ്സ് ഉണ്ട്, അത് വെച്ചാൽ അത്രയും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ക്യാപ്പ് വെക്കുന്നത്. അപ്പോൾ എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 3 മാസമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ക്യാപ്പ് വെക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോവേണ്ട സമയമാകില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യം ഒരു ടെമ്പററി വെച്ച് കൊടുക്കും. എന്നിട്ട് നെക്സ്റ്റ് വെക്കേഷൻ ആദ്യം ഇംപ്ലാന്റ് ചെയ്യുക, പിന്നെ ടെമ്പററി വെക്കുക, എന്നിട്ട് നെക്സ്റ്റ് വെക്കേഷനിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ക്യാപ്പ് വെച്ച് കൊടുക്കും. അതോടുകൂടി നമ്മുടെ ആ ഇംപ്ലാന്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. Keep smiling with Smile Kochi Dental Clinic. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. Worries? Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ചില വേർഡ്സ് എനിക്ക് കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ നാളെ പാട്ട് പാടാനും ഉണ്ട്, എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. അപ്പൊ ശരിക്കും ഇത്രേ ഉള്ളൂ. ഇതിനാണ് ആൾക്കാർ സത്യം സ്ക്രൂ ഒക്കെ ഇട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് ഇത്രേ ഉള്ളൂ. ഞാൻ ഇല്ലാത്ത ശീലങ്ങളെ കുറിച്ച് ആലോചിച്ചില്ല. ഹലോ, വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യ മുല്ലച്ചേരി. അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു എന്താ പറയുക, കൊച്ചിയുടെ ഒരു സെൻട്രൽ സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ കടവന്ത്ര എന്ന് പറയും, കൊച്ചി അറിയുന്ന എല്ലാവർക്കും അറിയാം.
അവിടെയുള്ള സ്മൈൽ കൊച്ചിയുടെ ക്ലിനിക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ കാര്യം എന്നല്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ എനിക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഫ്രണ്ടിലത്തെ പല്ല് പൊങ്ങിയിട്ടുണ്ടോ, അപ്പോൾ പലരോടും ചോദിക്കുമ്പം എല്ലാവരും പറയും നിനക്ക് തോന്നേണ്ടതാണ്, പക്ഷേ ചിലർ പറയും കുറച്ച് പൊങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ ബേസിക്കലി എല്ലാം നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നതായതുകൊണ്ടും പിന്നെ നമുക്ക് പല്ലിൽ കമ്പിയിടാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരത്തിൽ എനിക്ക് പറ്റാത്ത കാര്യമാണ് പല്ലിൽ കമ്പിയിടുക എന്നുള്ളത്. മാത്രമല്ല നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും, ഫോട്ടോസിലൊക്കെ ഭയങ്കര വൃത്തികേടായിരിക്കും. നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വിനിലേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയണ്ടായി. അപ്പം ചേട്ടൻ്റെ വൈഫ് ചേച്ചി ഇവിടുത്തെ ഡോക്ടറാണ്, അവരുടെയാണ് ഈ സ്ഥാപനം സ്മൈൽ കൊച്ചി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കണ്ട, നമ്മുടെ അടുത്തൊരു സൂത്രമുണ്ട്, എല്ലാം സെറ്റാക്കി തരാം, കമ്പിയൊന്നും ഇടാണ്ട് നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ഞാനിവിടെ സ്മൈൽ കൊച്ചിയിൽ എത്തിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഭയങ്കര നോയ്സാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇതിനകത്ത് കയറിട്ടോ. ഇതിനകത്ത് കയറുമ്പോൾ ഞാൻ മുൻപ് വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങളിവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം കേട്ടോ. വാ, ഇത് വിനിലേട്ടൻ്റെ വീട് സെറ്റ് ചെയ്തേക്കണ പോലെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തത് വിനിലേട്ടനാണ് കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്ക് ഈ മിറർ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയുള്ള. പിന്നെ ഭയങ്കരത്തിൽ ഈ ചെയേഴ്സൊക്കെ ഭയങ്കര രസമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ വന്ന് നമുക്ക് രാജാവിനെ പോലെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പം ഞാൻ വലിച്ചു നീട്ടാണ്ട് നമുക്ക് അനീഷേച്ചിനെ വിളിക്കാം. അപ്പം ഡോക്ടറായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അനീഷേച്ചി, അപ്പോൾ ചേച്ചിയാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇതിന് പ്രശ്നമില്ല, ഞാനിത് പരിഹരിച്ചു തരാമെന്ന് എൻ്റെ അടുത്ത് പറയണേ. ചേച്ചി ശരിക്കും എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞാൽ തെറ്റും, ചേച്ചി പറയണതാണ് നല്ലത്. പുറത്തു പോകുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് കമ്പി ഇടുന്നതെന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ആയിരിക്കില്ല, കാരണം എല്ലാ മാസവും വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് കമ്പി എന്ന് പറയുന്നത് നമുക്കൊരു പ്രാക്ടിക്കലി നടക്കുന്നൊരു കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് അലൈനേഴ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഈ അലൈനേഴ്സ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ എന്താ സംഭവമാണെന്ന്. ഈ കമ്പി ഇടുന്ന അതേ സംഭവം തന്നെ, അതേ ട്രീറ്റ്മെൻറ്റ്, അതേ മൊഡാലിറ്റി തന്നെ നമുക്ക് അലൈനേഴ്സിൽ കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത്രയും ടൈം പോലും എടുക്കില്ല, അത്രയും ടൈം എടുക്കില്ല, വളരെ എളുപ്പത്തിൽ നടന്നു കിട്ടും, പല്ല് എടുക്കേണ്ട ആവശ്യമില്ല, പല്ല് എടുക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ വളരെ ക്ലിയർ ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം ശ്രീവിദ്യ ഇട്ടാലും അത് പ്രൊഫഷന് ഒരു രീതിയിലും അത് ക്യാമറയിൽ പോലും വിസിബിൾ ആയിരിക്കില്ല, അത്രയും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം നമുക്കത് ചെയ്യുമ്പോൾ പല്ലിനെ അകത്തേക്കാക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് നടന്ന് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. സുഖമായിട്ട് നമുക്കൊരു 6 മാസത്തെ സമയം കൊണ്ടാണ് നമ്മളിപ്പം ഇല്യൂഷൻ അലൈനേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്രോ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിലാണ് നമ്മളിപ്പം അലൈനേഴ്സ് ചെയ്തെടുത്തേക്കുന്നത്. അതിൽ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ട്, എത്ര ടൈമിനുള്ളിൽ നിനക്കിത് നേരെ ആയി കിട്ടണം? 6 months വേണോ, 3 months വേണോ? അപ്പം അതെന്താ ശരിക്കും ഡിഫറൻസ്? ഇപ്പം നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ ഇപ്പോൾ ഒരു 8 മാസമാണ് എന്നുണ്ടെങ്കിൽ, സാധാരണ സ്റ്റാൻഡേർഡ് അലൈനേഴ്സിൽ 8 മാസമാണെങ്കിൽ നമുക്ക് പ്രോയിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കി, അതായത് ഒരു ട്രേ നമ്മൾ ഒരാഴ്ചത്തേക്കായിരിക്കും നമ്മൾ ഇടുന്നത് പ്രോയിൽ വരുമ്പം. അതേസമയം സ്റ്റാൻഡേർഡിൽ വരുമ്പം ഒരു ട്രേ 2 ആഴ്ചത്തേക്കായിരിക്കും ഇടുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തീർക്കേണ്ടവരാണെങ്കിൽ പ്രോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ചേച്ചി ചെയ്തത്? നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റഡ് ഓഫ് ഇംപ്രഷൻ, നമ്മൾ അതൊരു പല്ലിന് വായിക്കകത്തോട്ട് വെച്ച് പേസ്റ്റ് എല്ലാം കൂടെ വെച്ച് എടുക്കുന്നതിന് പകരം ഡിജിറ്റലി നമ്മൾ സ്കാൻ ചെയ്യുവാണ്. ഡിജിറ്റലി സ്കാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കറക്റ്റായിട്ട് ഒരു ശകലം പോലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ കറക്ഷൻസോ ഇല്ലാതെ തന്നെ നമുക്ക് വായിക്കാത്ത അളവുകൾ കറക്റ്റായിട്ട് എക്സാക്ട്ലി കിട്ടും ഡിജിറ്റൽ സ്കാനിങ്ങിൽ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു സ്കാനിങ് ആണ് നമ്മൾ ചെയ്തത്. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ പല്ലുകൾ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ശ്രീവിദ്യയുടെ ഫോട്ടോസ് ഉണ്ടാവും, നമ്മൾ സൈഡും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയുള്ള ഫോട്ടോസ് ഉണ്ടാവും. അതിനനുസരിച്ചാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, അത് നമ്മൾ ഇപ്പോൾ കാണിച്ചു തരട്ടെ. ഇതാണ് എനിക്ക് ചേച്ചി അയച്ചത് വീഡിയോ. ആ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പല്ല് എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് കാണാൻ പറ്റും.
അവിടെ നമുക്ക് ഫൈനൽ എങ്ങനെയാണ് റിസൾട്ട് ഫൈനൽ എങ്ങനെയാണെന്നുള്ള അറിയാം. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുറച്ച് കറക്ഷൻസ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി കൂടി ഉള്ളിലേക്ക് പോകണം എന്ന് തോന്നുവാണെങ്കിൽ അത് നമുക്ക് അവിടെ പറയാം. പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര രസമാണ്, ഭയങ്കര ഞാൻ പറയണില്ല, ഞാൻ കാണിച്ചു തരാം. പോയേച്ചി, ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് റൂം. ഓക്കെ, ഇത് എൻ്റെ മുയൽപ്പല്ല്, വലിയ പല്ലാണ്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളിത് ഓക്കെ തിരിച്ചു വേണം വെക്കാനായിട്ട്. എന്നിട്ട് കറക്റ്റായിട്ട് വന്ന് കിടക്കും. ഒന്നുകൂടെ നോക്കി ഇനി ആരും വ്ലോഗ് ചെയ്യും. ചെയ്യാട്ടോ. ഓക്കെ, ഒരു ഫസ്റ്റ് ടൈം ഇട്ടേൻ്റെ ഒരു ഇത്. ഓക്കെ, താഴെ എയർ ബബിൾസ് ഇപ്പോഴും നിൽപ്പുണ്ട്, പക്ഷെ മേലത്തെ മാറി. വാഷ് ചെയ്തുകൊണ്ട് അതിൽ പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പം ഇപ്പം ഫസ്റ്റ് ഇട്ടേൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എനിക്കുണ്ട്. അപ്പം പ്രശ്നമല്ല, നമുക്ക് യൂസ് അല്ലാത്തൊരു സാധനം നമ്മളൊരു പേടയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വായിൽ പേട വെച്ച് സംസാരിക്കില്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ശരിക്കും ഇത്രേ ഉള്ളൂ. ഇതിനാണ് ആൾക്കാർ സത്യം സ്ക്രൂ ഒക്കെ ഇട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ലോണം എല്ല് പൊന്തിയ ആൾക്കാര്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ നമ്മൾ എന്തായാലും കമ്പി തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അതിന് പുതിയ ടെക്നോളജി ഉണ്ട്. പണ്ട് എല്ലാവരും പറയുമായിരുന്നു സർജറി ചെയ്യണം, എല്ലാവരും പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും. ഇപ്പം പക്ഷേ മിനി ഇംപ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ ടെക്നോളജി ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലിനെ നല്ലോണം ഒതുക്കിയെടുക്കാൻ പറ്റും, നല്ലോണം ഒതുക്കിയെടുക്കാൻ പറ്റും, നല്ല ട്രാൻസിഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇനി അനുശേഷി ഞാൻ സെൽഫായിട്ട് ചെയ്യാൻ നോക്കട്ടെ, കാരണം നാളെ മുതൽ നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ നോക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ സെൽഫായിട്ട് ഇത് ഊരാൻ പറ്റുമെന്ന്, ഊരിയിട്ട് ഇടാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ചേച്ചിനെ ഹെൽപ്പ് ചെയ്യണം. ഈസി ആണോ എന്നുള്ളത്. ഇത് ഭയങ്കര ഈസി കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാൻ ഒന്ന് പെടുന്നു. വിട്ടു നോക്കട്ടെ. ഹായ്, ഇത്രയുള്ളൂട്ടോ പരിപാടി. ശരിക്കും ഭയങ്കര ഈസി ആയിട്ട് ഇടാനും. ഓക്കെ, സെറ്റായി. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചിരിക്കുന്ന സമയത്ത്, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതായത് ഇട്ടിട്ട് കുറച്ച് മിനിറ്റ്സേ ആയിട്ടുള്ളൂ, പക്ഷെ ഞാൻ ചിരിക്കുന്ന സമയത്ത് അറിയാവോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഒരു ബോക്സ് ആണ്, രണ്ടാമത് ഒരു ബോക്സ് കൂടെ ഉണ്ട്. ഓക്കെ, 2 ബോക്സ് ആണ് മൊത്തം. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. ഓക്കെ ഓക്കെ, ഇതിൽ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേച്ചി എൻ്റെ അടുത്ത് മുൻപ് ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് വേറൊരാളുടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, കരീന കപൂറാണ് നമ്മൾ വിളിക്കുന്നത്, വേറെ ആരുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് ഫുള്ളി. ഇത് നമുക്ക് ഒരു ക്യാരി ബോക്സ് ആണ്. നമുക്ക് അലൈനേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഹാൻഡി ആയിട്ട് കയ്യിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബോക്സ് ആണ്. അതാണ് ഇത്. ഓക്കെ, അതായത് നമ്മുടെ എന്താണ് സ്പെക്സ് വെക്കാൻ വേണ്ടി കേസ് കൊണ്ടുനടക്കുന്ന പോലെ, എയർപോർട്ടിൻ്റെ കേസ് കൊണ്ടുനടക്കുന്ന പോലെ എപ്പോഴും നമ്മൾ ക്യാരി ചെയ്യേണ്ട സാധനമാണ് ഇത്. ഇതിനകത്താണ് നമ്മൾ എപ്പോഴും കഴുകിയിട്ടും എപ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും ഊരുന്നോ അപ്പോഴെല്ലാം യൂസ് ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുമ്പം അല്ലേ ചേച്ചി? കഴിക്കാം, അപ്പോഴേ അല്ലേ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴും മാറ്റണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇല്ലാത്ത ശീലങ്ങളെ കുറിച്ച് ആലോചിച്ചില്ല. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു 12 നമ്പർ ഓഫ് ട്രേസ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. അടുത്ത ബാക്കി സെറ്റ് ഓഫ് ട്രേസ് അടുത്ത ബോക്സിനകത്തുണ്ട്. ഓക്കെ, അപ്പം ഇതിന് ഓരോന്നിനും നമ്പേഴ്സ് സഹിതമാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നല്ല ഇതൊരു പാക്കറ്റ് വെച്ച് കഴിഞ്ഞിരിക്കും, ഇനി അടുത്ത ഏതാണെന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കറക്റ്റായിട്ട് നമ്പർ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ പറയുന്ന ആ ടൈം ഷെഡ്യൂൾ തന്നെ ഓരോ ട്രെയും കറക്റ്റായിട്ട് ഇട്ടുപോയാൽ മതി. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നതൊക്കെ തികച്ചും യാന്ത്രികമായിരിക്കും കേട്ടോ. കാരണം ഇട്ടേൻ്റെ ഒരു വിമിഷ്ടത എൻ്റെ വായിക്കകത്ത് കാണാൻ പറ്റണ്ടേ. പക്ഷെ ക്യാമറയിൽ നിങ്ങൾക്ക് അറിയുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ, ഞാൻ പറയുന്നില്ല. ഇനിയെല്ലാം നിങ്ങൾ ജഡ്ജ് ചെയ്താൽ മതി. അപ്പം ഫസ്റ്റ് നമുക്ക് ഒരു
ഒരു പിടുത്തം ഉണ്ടാവില്ല, അങ്ങനെ ചെറിയൊരു പിടുത്തം. ചില വേർഡ്സ് എനിക്ക് കിട്ടുന്നില്ല. എനിക്കാണെങ്കിൽ നാളെ പാട്ട് പാടാനേ ഉണ്ട്, എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷേ ക്യാമറയിൽ പോലും മനസ്സിലാവുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഇനി ഞാൻ പറയുന്നില്ല. 15 മിനിറ്റ് എടുത്തുള്ളൂ, എല്ലാം കൂടെ കഴിഞ്ഞു. ഇനി 1 വീക്ക് കഴിയുന്നതിനനുസരിച്ചിട്ട് ഞാനിത് മാറ്റി വെച്ചാൽ മതി. ഒരു ഫുൾ ട്രേ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പം എവിടെ ഡോക്ടർ വാ? പേഷ്യൻസ് എന്തായാലും ഒരു ദിവസം ഒരു 20 മണിക്കൂറെങ്കിലും മിനിമം ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു കേസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നമുക്കത് സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതപ്പോൾ ഡോക്ടറിൻ്റെ കയ്യിലല്ല ഇനി എല്ലാം പേഷ്യൻ്റെ കയ്യിലാണ്. അത് ഭയങ്കര ഈസിയാണ്. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങും, ബാക്കിയുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും അങ്ങനെയുള്ള അത്യാവശ്യം എന്തെങ്കിലും 1-2 മണിക്കൂറൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാം, ഒന്നും പ്രശ്നമില്ല. ഒരു ദിവസം ഒരു 4 മണിക്കൂർ വരെ വേണമെങ്കിൽ മാറ്റി വെക്കാം എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്ക്. അതല്ലാതെ മാക്സിമം സമയം ഇടാൻ നോക്കുക, മാക്സിമം സമയം കണ്ടിന്യൂ ചെയ്ത് ട്രൈ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ റിസൾട്ടുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പറയാൻ കുറിച്ച് 2 ദിവസം ഈ ഒരു പിടുത്തം ഉണ്ടാവും. നമുക്ക് യൂസ് അല്ലാത്തൊരു സാധനം നമ്മുടെ വായിക്കേറി ഇരിക്കുകയല്ലേ. അപ്പം പിന്നെ ഞാൻ ഭയങ്കരത്തിൽ വള സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മനഃപൂർവ്വം തന്ന പണിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസം പ്രയാസമുള്ളത് അത് എന്തായാലും മാറിക്കിട്ടും. അപ്പം സ്മൈൽ കൊച്ചിയുടെ ഇത് കടവന്ത്ര ഇതാണ്, ക്ലിനിക്കാണ്. പാലാരിവട്ടത്തും ഒരു ക്ലിനിക്കുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ വെച്ചൊരു കാര്യം, ചേച്ചി എന്തിനാണ് സ്മൈൽ കൊച്ചിന്ന് പേരിടാൻ തീരുമാനിച്ചെന്ന് ഞാൻ മനസ്സിലൊരു ചോദ്യം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി എന്ത് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇപ്പം എനിക്കത് മനസ്സിലായി എന്തിനാ ഇട്ടേ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. പ്രസക്തി എന്ന് പറയണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് അനീഷ് ചേച്ചി ആൻഡ് വിനിലേട്ടൻ ഇവിടെ ഇല്ല. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം ഒരുപാട് കൊച്ചി മാത്രമല്ല ഒരുപാട് പേര് സ്മൈൽ ചെയ്യാൻ നിങ്ങളൊരു കാരണമാവട്ടെ. താങ്ക് യു. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. ഇങ്ങ് വാ, ബാക്കിൽ ഒരാളുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ്. വാ. അപ്പം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും. അപ്പോൾ ഇവരെല്ലാവരും കൂടെയാണ് ഈ യുദ്ധം സമാഗമമാക്കിയത്. അപ്പോൾ അനീഷേച്ചി എൻ്റെ ട്രീറ്റ്മെന്റ് ഫുള്ള് ഞാൻ ശ്രീമതിക്ക് കൈമാറുവാണ്. യൂസ് ചെയ്യണം. ഇവിടെ പല്ലിൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലാന്ന് എനിക്ക് പരാതിയായിരുന്നു. അതുകൊണ്ട് പല്ലിൻ്റെ ഫോട്ടോ ഉള്ള കവറാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്താണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരുടെ അടുത്തും ബെൽ ബട്ടണൊക്കെ ഞാൻ നോക്കും എല്ലാവരുടെ ഫോണും. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടെ. ഇത് ഒരുപാട് പേർക്കുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവട്ടെ. നിങ്ങളെല്ലാവരും സ്മൈൽ ചെയ്യട്ടെ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സ്മൈൽ കൊച്ചിയുണ്ട്, അനീഷേച്ചിയുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ. ഓക്കെ, പ്ലീസ് ഡു കം എനിത്തിങ് ഫോർ എനിത്തിങ്. ഷുവർ. ഓക്കെ, ബൈ. Namaste Kochi. Ever felt confused to meet your dental surgeon? Is it the shy or the fear? Well, time to change your concepts. Witness the silence, elegance, and the safeness that we bring. Smile Kochi. Smile Kochi Dental Clinic invites you to a world of dental confidence. Smile Kochi. Been at Panarivattam, Kochi. Smile Kochi. We welcome you with the best hospitality, swift analysis, and special care for all your needs. We offer a complete dental solution for all age groups, equipped with specialized doctors, dedicated staffs, new gen technologies. It's time to speak out your concerns and explore our latest trends and mindful treatments on 1. General dental care, 2. Cosmetic dentistry, 3. Instant emergency care. We have the best advisory and treatment expertise, connecting you to a world filled with gracious smiles. Smile
Kochi. Worries stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്. പല്ലുകളിലെ ഗ്യാപ്പ് ഒരു ഭയങ്കര പ്രശ്നമായി ഞാൻ കാണാറുണ്ട്. നമുക്ക് ഗ്യാപ്പ് എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം? പല്ലിനെ അലൈൻമെൻറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാം. അതായത് കമ്പി ഇടുകയോ അല്ലെങ്കിൽ അലൈനേഴ്സ് പോലത്തെ നൂതന ടെക്നിക്കുകൾ യൂസ് ചെയ്ത് പല്ലിനെ അലൈൻ ചെയ്ത് ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എളുപ്പം തീർക്കാവുന്ന പരിപാടികളുണ്ട്. ഒന്ന്, ഫില്ലിങ് ചെയ്യാം. കോമ്പോസിറ്റ് ഫില്ലിങ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കോമ്പോസിറ്റ് വെനിയേഴ്സ് ഉണ്ട്. വെനിയേഴ്സ് പറഞ്ഞാൽ പല്ലിൻ്റെ ലെയറിൽ നമ്മൾ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ചെയ്യുന്ന ഫുൾ ഒരു ലെയറിങ് ടെക്നിക്കാണ് കോമ്പോസിറ്റ് വെനിയേഴ്സ്. ഇത് തന്നെ നമുക്ക് വെനിയേഴ്സും ചെയ്യാം. ഒരു ഗ്ലാസ് പോലെ ഇരിക്കുന്ന മെറ്റീരിയലിൽ നമുക്ക് വെനിയേഴ്സ്, അത് പല്ലിൻ്റെ പുറത്തൊരു ലെയർ വരുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഈ പറഞ്ഞ രീതിയിലെല്ലാം നമുക്ക് ഗ്യാപ്പ് ക്ലോസ് ചെയ്തെടുക്കാം. അതായത് അലൈൻമെൻറ്റ് അല്ലാതെ വരുന്ന രീതികൾ നമുക്ക് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് അന്ന് തന്നെ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്മൈൽ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് തോന്നാത്തത് അതിലൊരു കാരണമാണ് പല്ലിന് കളർ വ്യത്യാസം വരിക, അല്ലെങ്കിൽ പല്ലിൻ്റെ മഞ്ഞപ്പ്. പല്ലിൻ്റെ ഒരു ലെയർ ഓഫ് വൈറ്റും മഞ്ഞ കളറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു അഭംഗിയുള്ള പല്ലുകൾ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് എന്താണ് സൊല്യൂഷൻ? അതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ചെയ്യാം. ടീത്ത് വൈറ്റനിങ് പോലെ ചെറിയൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അന്നേരം തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ്. ടീത്ത് വൈറ്റനിങ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫ്ലൂറോസിസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കോമ്പോസിറ്റ് ലെയറിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല്ലിൻ്റെ കളറുകൾ മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ലാമിനേറ്റ്സ് അഥവാ വെനിയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല്ലിൻ്റെ കളറുകൾ മാറ്റിയെടുക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചിയിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും. അച്ഛന്മാരും നമുക്ക് കഷ്ടപ്പെട്ടതുപോലെ വേറൊരു മനുഷ്യനും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതേപോലെ നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവർ, ഗ്രാൻഡ് മദേഴ്സ്, ഗ്രാൻഡ് ഫാദേഴ്സ്, ഇവരെല്ലാം നമുക്ക് ഏറ്റവും വിലപ്പെട്ട ആൾക്കാർ. നമ്മൾ ഇവർക്കൊക്കെ എപ്പോഴും ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും. സാരി ആയിരിക്കാം, ചിലപ്പോൾ ഓർണമെൻറ്റ്സ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവർക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോയെന്ന്? അവർക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന പല്ലുകൾ വെച്ച് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എപ്പോഴും നല്ലത് ഫിക്സഡ് ആയിട്ട് നല്ല ഉറപ്പുള്ള പല്ലുകൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വേറൊന്നും വേണ്ടിയെന്ന് വരില്ല. കാരണം നല്ല ആഹാരം കഴിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. അതേപോലെ തന്നെയാണ് പ്രായമുള്ളവർ. ചില പ്രായമുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പഴം മാത്രമേ കഴിക്കുകയുള്ളൂ, അവർക്ക് കട്ടിയുള്ള ആഹാരം വേണ്ട എന്ന് പറയും. പക്ഷെ അത് വേണ്ടാഞ്ഞിട്ടായിരിക്കില്ല, അവർക്ക് ശരിക്കും ചവയ്ക്കാൻ പ്രയാസമുള്ളത് കൊണ്ടായിരിക്കും അവർ വേണ്ട, എനിക്ക് സോഫ്റ്റായിട്ടുള്ള ഫുഡ് മതി എന്ന് പറയുന്നതിന് കാരണം ചിലപ്പോൾ അതായിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവർക്ക് ഒരു നല്ല പല്ല് സെറ്റ്, നല്ല ഉറപ്പുള്ള പല്ല് സെറ്റ് വെച്ച് കൊടുക്കാമെങ്കിൽ അതെങ്ങനെയും ആകട്ടെ, ഫിക്സഡ് ആവട്ടെ, ഊരിയെടുക്കാൻ പറ്റുന്നതാവട്ടെ, ഏത് രീതിയിലും വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അതിൽ പരം സന്തോഷം വേറെ ഒന്നും തന്നെ കിട്ടാനുണ്ടാവില്ല. അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. താഴെ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ടായിരിക്കും. സോ കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പല്ലുകളുടെ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മളതിന് യൂസ് ചെയ്യുന്നത് എസ്തെറ്റിക് ഫില്ലിങ്സ് അഥവാ കോമ്പോസിറ്റ് ഫില്ലിങ്സ് ആണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. ഒറ്റ ദിവസം എന്തിന്, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഗ്യാപ്പ്
ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. അപ്പം ഈ പല്ലിന് ഡിസ്കളറേഷൻ ഉള്ളവര് അപ്പൊ അവർക്കൊക്കെ എങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് സജസ്റ്റ് ചെയ്യുക? അവിടെ നമുക്ക് ടീത്ത് വൈറ്റനിങ് ഉണ്ട്. ടീത്ത് വൈറ്റനിങ് നമുക്ക് ഹോമിൽ ചെയ്യാവുന്നതുണ്ട്, ഓഫീസിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്ലിനിക്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ലേസറിൽ ചെയ്യാവുന്നതുണ്ട്. അങ്ങനെ 3 തരം ടീത്ത് വൈറ്റനിങ് ഉണ്ട്. അത് വെച്ച് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ടീത്ത് വൈറ്റനിങ്ങിനെ കുറിച്ചാണ്. ടീത്ത് വൈറ്റനിങ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ മോഹം തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് എപ്പോഴെങ്കിലും നമ്മൾ നല്ലോണം ഫോട്ടോയ്ക്ക് നല്ല വൈറ്റ് സ്മൈല് വേണം എന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമ്മൾ ടീത്ത് വൈറ്റനിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണിത്. നമുക്ക് പല്ല് മഞ്ഞ കളറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റൻ ചെയ്യാൻ പറ്റും. വൈറ്റൻ ചെയ്യുന്നതിന് പല ടെക്നിക്കുകളുണ്ട്. ഹോം ടെക്നിക്കുണ്ട്, ഇൻ ഹൗസ് ടെക്നിക്കുണ്ട്, അതായത് ഇൻ ക്ലിനിക് ടെക്നിക്കുണ്ട്. ആൻഡ് നമുക്ക് ലേസറിലും ടീത്ത് വൈറ്റനിങ് ചെയ്തെടുക്കാൻ പറ്റും. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ടീത്ത് വൈറ്റനിങ്ങിനെ കുറിച്ചാണ്. ടീത്ത് വൈറ്റനിങ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിരിക്കാൻ മോഹം തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് എപ്പോഴെങ്കിലും നമ്മൾ നല്ലോണം ഫോട്ടോയ്ക്ക് നല്ല വൈറ്റ് സ്മൈല് വേണം എന്ന് ചിന്തിക്കുമ്പോഴല്ലേ നമ്മൾ ടീത്ത് വൈറ്റനിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണിത്. നമുക്ക് പല്ല് മഞ്ഞ കളറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റൻ ചെയ്യാൻ പറ്റും. വൈറ്റൻ ചെയ്യുന്നതിന് പല ടെക്നിക്കുകളുണ്ട്. ഹോം ടെക്നിക്കുണ്ട്, ഇൻ ഹൗസ് ടെക്നിക്കുണ്ട്, അതായത് ഇൻ ക്ലിനിക് ടെക്നിക്കുണ്ട്. ആൻഡ് നമുക്ക് ലേസറിലും ടീത്ത് വൈറ്റനിങ് ചെയ്തെടുക്കാൻ പറ്റും. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ചിരിക്കുമ്പോൾ ഒരു ധൈര്യക്കുറവ് പോലെ ഫീൽ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു 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 എന്തോ പിടിച്ചു മാറ്റുന്ന പോലെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടോ? ഒരു മീറ്റിങ്ങിൽ പോയിരിക്കുമ്പം ശരിക്കും സംസാരിക്കാൻ പറ്റാതിരിക്കുക, നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യുക, നമ്മുടെ പല്ല് കാണുമ്പോൾ നമ്മുടെ എന്തോ ഒന്ന് പോകുന്ന പോലുള്ളൊരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. കാരണം എവിടെയാണോ നമുക്ക് പ്രശ്നമുള്ളത്, ചിലപ്പോൾ ഒരു ചെറിയ പൊട്ടലായിരിക്കാം, ചെറിയ കളർ വ്യത്യാസങ്ങളായിരിക്കാം, ഇതെല്ലാം നമുക്ക് ചെറിയ ടെക്നിക്കിലൂടെ നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമുക്ക് സ്മൈൽ കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ കോമ്പോസിറ്റ് ലെയറിങ് യൂസ് ചെയ്യാം, ലാമിനേറ്റ്സ് യൂസ് ചെയ്യാം, അലൈനേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ പല മാർഗങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഒരു സ്മൈൽ കറക്ഷൻ ചെയ്തെടുക്കുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഹായ്, ഞാൻ ഡോക്ടർ അനീഷ, സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മോണ കാട്ടിയുള്ള ചിരി അഥവാ ഗമ്മി സ്മൈൽ എന്നതിനെക്കുറിച്ചാണ്. ഗമ്മി സ്മൈൽ ഉള്ള പലരും വന്ന് ചോദിക്കാറുണ്ട്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചിരിക്കാൻ പറ്റാറില്ല, ചിരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണ് എന്ന് പലരും പറയാറുണ്ട്. ഗമ്മി സ്മൈൽ എന്ന് പറയുന്നത് പല റീസൺസ് കൊണ്ടാണ് വരുന്നത്. ആ റീസൺസ് എന്തു തന്നെ ആയാലും ഇപ്പോഴത്തെ സയൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചില കേസുകളിൽ നമുക്ക് 2-3 സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ലിപ്പ് കറക്ഷൻ കൂടെ അല്ലെങ്കിൽ ഗമ്മി സ്മൈലിനുള്ള കറക്ഷനിൽ കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അഥവാ അല്ലാതുള്ള കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ കവർ ചെയ്യാൻ പറ്റും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ടാവും. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്തെടുക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. അതെങ്ങനെ? അതെ, പല്ല് കമ്പി എടുത്തതിന് പകരമായിട്ടാണ് ഇത് ഇടുന്നതെന്നുള്ളത്.
പിന്നെ വേദന ഒന്ന് ചിക്കനോ ഒന്നും കഴിക്കും ഇളക്കിയിട്ട് ചിക്കൻ എന്ത് വേണമെങ്കിലും കുട്ടികൾക്ക് പോലും പല്ലെടുത്തിട്ടാണ് കമ്പി എടുക്കാതെ നമുക്കത് ചെയ്തെടുക്കാം. ഞാൻ താഴെ ഇട്ടിട്ട് അറിയപ്പെടുത്തുണ്ടോ? ഇല്ല. 5 മാസം കൊണ്ട് ഇത് ശരിയാവും. യെസ്, അങ്ങനെയാണ്. വെൽക്കം ടു സ്മൈൽ കൊച്ചി. താങ്ക് യു. അപ്പൊ എന്തായിരുന്നു, ഞാൻ ഇപ്പൊ കുറച്ച് സ്ലിം ആയി, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ സ്ലിം ആയപ്പോ എന്റെ കവളങ്ങ് ഒട്ടിപ്പോഴാണ് ശരിക്കും ഈ പല്ലുണ്ടല്ലേ ഫ്രണ്ടിലത്തെ ഈ രണ്ടും അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. പക്ഷെ എനിക്ക് ഫ്രെയിമിൽ വരുമ്പോഴും നമ്മുടെ ക്ലോസ് ഒക്കെ ടൈറ്റ് ക്ലോസ് വെക്കുമ്പോ സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ എനിക്ക് തള്ളലുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ചിരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു തള്ളലുള്ള. പക്ഷെ എന്റെ പാരന്റ്സിന്റെ ഒക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. എനിക്കിപ്പോ അതിനെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്ന് താഴെ കുറച്ച് കയറി ഇറങ്ങി, അതേപോലെ തന്നെ മേളത്തെ പല്ലും ഒരു ചെറിയ ഈ പല്ലല്ല, ഈ 2-3 പല്ലുകളല്ലേ. അതൊന്ന് താഴ്ന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും എനിക്ക് തോന്നുന്നു. കുറെ നാളായിട്ട് ഞാൻ ഈ പറയുന്ന എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ചോദിച്ചപ്പോ എനിക്ക് ഒരുപാട് പേര്, എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഷോ ഡയറക്ടർ അനൂപ് ജോൺ ചേട്ടൻ പറഞ്ഞു തന്നു, പിന്നെ ശ്രീവിദ്യ പറഞ്ഞു. അപ്പൊ ഞാൻ എന്നും ഈ പറയുന്ന മാസത്തിലൊരു 10 ദിവസമെങ്കിലും ഞാൻ കൊച്ചിയിൽ വരും സ്റ്റാർ മാജിന്റെ ഷൂട്ടിന് വേണ്ടി. അപ്പൊ വന്നിട്ട് ഞാൻ അപ്പടി തന്നെ തിരിക്കും രാത്രി തന്നെ. അപ്പൊ നിക്കാൻ എനിക്ക് ടൈം കിട്ടത്തില്ല. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു ദിവസം അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് വന്നത്. ഞാൻ ഡോക്ടറായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ശരിക്കും എനിക്കിവിടെ വന്ന് മെഷർമെന്റ് എടുക്കാനും സ്കാൻ ചെയ്യാനൊക്കെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാം ട്രിവാൻഡ്രത്ത് നിന്നാണ് ചെയ്തയക്കുന്നത്. ഫുള്ളും പല്ലിന്റെ മെഷർമെന്റ് ഫുള്ളും അവിടെ നിന്ന് ഇവിടെ എടുത്ത് എങ്ങനെയൊക്കെ എടുക്കണമെന്ന് എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് ആണ് ചെയ്തയച്ചത്. അപ്പം അതെ, നമുക്ക് ഇതിനുള്ളൊരു ഗുണം അങ്ങനെയാണ്. നമ്മൾ സ്കാൻ ചെയ്ത് നമുക്കൊരു ഫയൽ കിട്ടിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് എല്ലാം ഓക്കെ ആയോ? നമ്മുടെ ഫുൾ സെറ്റും നമുക്ക് റെഡിയാണ്. അപ്പൊ നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ അതെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് അതെല്ലാം സാധനം നമുക്ക് ഇടാൻ പറ്റും. തീർച്ചയായിട്ടും ഇന്ന് തന്നെ നമ്മളത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി തൊട്ട് അലൈനറിന്റെ ഒരു പേഷ്യന്റ് ആയിരിക്കും. എത്ര മാസം ഇടണം? നമുക്ക് ഇപ്പൊ വന്നേക്കുന്ന 5 മാസത്തെ ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് വന്നത്. 5 മാസം കൊണ്ട് ഇത് ശരിയാവും. യെസ്, അങ്ങനെയാണ്. പിന്നെ ചെറിയ കറക്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത 5 മാസത്തേക്കുള്ള ട്രേസ് വരാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു ഇൻവെസ്റ്റ്ലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഗുണം അതാണ്. അപ്പൊ ഈ പല്ല് മുകളിലത്തെ 2 പല്ലും താഴത്തെ 2 പല്ലൊക്കെ എടുത്തിട്ട് പല്ല് കമ്പി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, നമ്മുടെ കേസിൽ എന്തായാലും ഇല്ല. അങ്ങനെയില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമായിട്ട് അങ്ങ് പ്രൊക്ലൈൻഡോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊന്തി അങ്ങ് ഇരിക്കുന്നൊന്നുമല്ല. നമുക്ക് എന്നാലും ചിലവർക്ക് ഇപ്പൊ പല്ലിൽ ഒരുപാട് നാള് കമ്പി ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോഴും ഒറ്റ കമ്പി ഇടുന്നവരുണ്ട്, എനിക്ക് അറിയാവുന്നവരൊക്കെ. അപ്പോ എന്നിട്ട് പോലും അത് താഴുന്നില്ല. ഞാൻ ഇവിടെ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ശ്രീവിദ്യ അവർക്കൊക്കെ നല്ല ചേഞ്ച് വന്നു. ഇട്ടൊരു 5-6 മാസം കഴിഞ്ഞപ്പോ തന്നെയാണ് താഴത്തെ പല്ലും മുകളിലത്തെ പല്ലും ആ ഗ്യാപ്പൊക്കെ ക്ലോസ് അടിപൊളിയായി കേട്ടോ. എനിക്കത് കണ്ടപ്പോ എനിക്കും വേണം എനിക്ക് വീട്ടിൽ എത്തിട്ടേക്ക് സമാധാനം ഇല്ല. അതെ, ഇപ്പൊ എന്തായാലും ഇടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. അതെ, നമുക്കിപ്പം ഇന്നിപ്പോ എന്തായാലും എല്ലാം ഫുൾ ട്രേസ് നമുക്ക് റെഡിയാണ്. നമ്മൾ ഇതിനകത്ത് ആദ്യം സ്പേസ് ഇല്ല എന്നുള്ളവർക്ക് നമ്മൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്ന പല്ലെടുത്തിട്ടൊന്നുമല്ല, വളരെ മിനിമൽ ആയിട്ടുള്ള സ്പേസ് ക്രിയേഷൻ ആയിരിക്കും നടക്കുന്നത്. പല്ലെടുത്തിട്ടില്ല എന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുക്കാന്ന്. അതെ, അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ ചോദിക്കാം. അതെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ. ഇത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു ഇത് ഇനി എങ്ങനെ അങ്ങോട്ട് വെക്കും, എങ്ങനെ ഊരും എന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു. സംഭവം ഈസി ആട്ടോ, പക്ഷെ നല്ല രസമുണ്ട് ഇട്ടിരിക്കുന്നത്. 1-2 ദിവസം കഴിയുമ്പോൾ ഇത് നല്ല നോർമൽ. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. അല്ല, 1-2 ദിവസം കഴിയുമ്പോൾ ഈ ഉള്ള ആ ഒരു ടൈറ്റ്നെസ് കൂടെ മാറി കിട്ടും. പിന്നെ നമ്മൾ കണ്ണും അടച്ച് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഊരി കയ്യിലെടുക്കാം. 5 മാസം ഇട്ട് കഴിഞ്ഞാൽ ഈ പല്ല് ഫുള്ളും ഉള്ളിലോട്ട്. അനുവിന്റെ കേസിൽ 5 മാസത്തേക്ക്. ഓക്കെ, ഇത് നമ്മൾ ഇൻവെസ്റ്റ്ലൈൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. ഒരു ട്രേ നമുക്ക് 1 വീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അത്രയും കൂടെ സമയം നമുക്ക് ലാഭിക്കാം.
അതാണ് ഇൻവിസ്ലൈനിന്റെ പ്രത്യേകത. കുട്ടികൾക്ക് പോലും പല്ലെടുത്തിട്ടാണ് കമ്പി പല്ലെടുക്കാതെ നമുക്കത് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രം മതി അല്ലേ? പല്ലെടുത്തിട്ടും ഇത് വെച്ച് ചെയ്യാം. അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തള്ളിയിരിക്കുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള കേസുകളിൽ പല്ലെടുത്ത് ചെയ്യുന്ന കേസുകളുണ്ട്. മറ്റേത് പല്ല് കമ്പി ഇടുമ്പോൾ പ്രശ്നം വെച്ചാൽ നമുക്ക് ചുണ്ടും പോയിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരും. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ താഴെ ഇട്ടിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞാല് പല്ലിൽ കമ്പി ഇടാന്നാണ് വിചാരിച്ചിരുന്നത് ഈ ഒരു തള്ളല് പോവാൻ വേണ്ടിയിട്ട്. എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു എനിക്കിട്ടൊരു അലൈനർ ഉണ്ടെന്ന്. അതെ, പല്ല് കമ്പി ഇടുന്നതിന് പകരമായിട്ടാണ് ഇത് ഇടുന്നതെന്നുള്ളത്. പക്ഷെ ഇത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കുട്ടികൾക്കും അങ്ങനെ ഉപയോഗിക്കാം, കുട്ടികൾക്കും ചെയ്യാം. പക്ഷെ ഇത് പൊതുവെ നാട്ടിലുള്ളവർക്കൊന്നും അറിയത്തില്ല സംവിധാനം ഉണ്ടെന്ന്. ഇപ്പോഴും കുഞ്ഞു കുട്ടികൾക്ക് പോലും ഉള്ളിലുള്ള പല്ല് രണ്ട് താഴത്തെയും മുകളിലത്തെയും പല്ല് ഇളക്കി കളഞ്ഞിട്ടാണ് കുട്ടികൾക്ക് കമ്പി ഇടുന്നത്. കുറെ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. കമ്പി ഇടുന്നു, ബാൻഡ് ഇടുന്നു, പിന്നെ അത് വീണ്ടും സ്റ്റെപ്പ് ആയിട്ട് ഡോക്ടറെ കാണിക്കണം. വേദന ഒന്ന് ചിക്കനോ ഒന്നും കഴിക്കണം, ഇളക്കിയിട്ട് ചിക്കൻ എന്ത് വേണമെങ്കിലും 5 മാസം ഇതിനെ ഇട്ടുകൊണ്ട് ഉറങ്ങാമല്ലോ അല്ലേ? അതെ, ഫുൾ ടൈം ഇടേണ്ടതാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും പല്ല് തേക്കുമ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഇട്ടിരിക്കാം. അതിൽ നമ്മൾ ചൂടെടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര അല്ലാതെ നോർമൽ ലിക്വിഡ് ആയിട്ട് കുഴപ്പമൊന്നും അതിനൊന്നും എടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ചവയ്ക്കരുതെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ചവയ്ക്കുന്നതിന് ഇന്നലെ മാറ്റിയാൽ മതി. അതെ, ഇപ്പൊ ഇത് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ ഇറിറ്റേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം പല്ല് കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയാം. അപ്പൊ ഞാൻ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ടൈറ്റ് ആക്കി നിൽക്കുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എക്സാക്ട്ലി അത് തന്നെയാണ്. അപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ 4 ദിവസമാണ് ഇതിന്റെ ആക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ 4 ദിവസം നല്ല ടൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് പെതുക്കെ ലൂസ് ആകുന്ന പറയുമ്പോൾ ഭയങ്കര ലൂസ് ആവും എന്നല്ല, ആ ലൂസാക്കി അതിനെ നിർത്തും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രെയിനുമ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസം പിന്നെയും ടൈറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പം എല്ലാ 7 ദിവസവും ഒരേപോലെ ഇരിക്കില്ല. ആ 4 ദിവസം ടൈറ്റ് ആയിട്ടിരിക്കും, പിന്നെ ലൂസാവും. ലൂസ് എന്ന് പറഞ്ഞാൽ ഒരുവിധം ഒരു കംഫർട്ടബിൾ ലെവലിൽ വരും. പിന്നെ അടുത്ത 4 ദിവസം പിന്നെയും ടൈറ്റ് ആയിരിക്കും. അങ്ങനെ അതൊരു 5 മാസത്തേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യും. കറക്റ്റ് 5 മാസം. ഇനി ഇതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. പക്ഷെ വേറെ പ്രശ്നം ഈ കമ്പി ഇട്ടവർക്ക് പെട്ടെന്ന് കൊണ്ട് താഴത്തില്ല കേട്ടോ. ഒരുപാട് കഴിഞ്ഞിട്ടാണ്, എല്ലാവർക്കും 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഈ പല്ല് ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തുന്നത്. പക്ഷെ ഇത് ഇട്ട എനിക്ക് അറിയാവുന്ന സെലിബ്രിറ്റികൾക്കൊക്കെ പെട്ടെന്ന് ചേഞ്ച് വന്നു. ഒരുപാട് പേർക്ക് പെട്ടെന്ന് ചേഞ്ച് വന്നു. അതൊരു ഭയങ്കര ഇതിനകത്ത് വേറൊരു ഗുണം കൂടെ ഉള്ളത്, നമ്മൾ ഇൻവിസ്ലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നമ്മൾ 26 സെറ്റ്സ് ഓഫ് ട്രേസ് ആണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് കറക്ഷൻസ് നമുക്ക് പോരാ, കുറച്ചുകൂടെ നമുക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത 26 സെറ്റ്സ് ട്രേ അവർ ഫ്രീ ആയിട്ട് അവർ ചെയ്തു തരും. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് അതിന്റെ 2-3 പല്ല് ഒന്ന് താഴ്ന്നു മാത്രമായിട്ട്. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ട്രെയിനറാണ്. പുള്ളിക്കാരൻ പല്ലിൻ്റെ ഫ്രണ്ടിൽ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഇവിടെ വരുന്നു എന്ന് വെച്ചു പറഞ്ഞപ്പോൾ ചോദിക്കാൻ വിട്ടതാണ് കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഫ്രണ്ടിലെ ഗ്യാപ്പ് ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കാൻ പറ്റില്ല, നീ അവിടെ പോയിട്ട് വേണമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കാൻ പറഞ്ഞു. ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്തെടുക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായിട്ടും. അതെങ്ങനെ? ഫ്രണ്ടില് പല്ലിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ളപ്പം നമ്മള് ഈ പല്ലില് എവിടെങ്കിലും ഇപ്പൊ ചിലർക്ക് ഈ ഇവിടെ ഒരു ഗ്യാപ്പ് വരും, ഇവിടെ ഒരു ഗ്യാപ്പ് വരും, അങ്ങനെ എല്ലായിടത്തും ഫില്ല് ചെയ്യാൻ പറ്റും. ഫില്ല് ചെയ്ത് നമ്മള് പല്ലിന്റെ ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് നല്ല അറിയാൻ പറ്റുമോ? അറിയത്തില്ല. ഒറിജിനൽ പല്ല് പോലെ തന്നെ ഇരിക്കും. പക്ഷെ അതിനുള്ള ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലം ഒന്നും നമുക്ക് അത് നിൽക്കില്ല. കുറെ കാലം നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞ പോലെ അലൈനേഴ്സ് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പം ഫില്ലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ സ്മൈൽ കറക്ഷൻ അല്ല സ്മൈൽ ഡിസൈനിങ് ആയിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ വെക്കുന്നതല്ലേ. അപ്പൊ അതിനൊരു കാലാവധി ഉണ്ടാവും. ആ ഒരു കാലാവധി വരെ ഇത് നിൽക്കുള്ളൂ. ഇത് ഞാൻ ഒന്ന് വെച്ച് നോക്കട്ടെ. എന്തായാലും എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതല്ലേ. ഈ വെക്കുന്നതും ഉള്ളിന്ന് വെച്ചാണോ വരേണ്ടത്, അതോ ഇങ്ങനെ? അല്ല, ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ബാക്കിലേക്ക് പോകണം, നേരെ തിരിച്ചു പോകണം. ബാക്കിലേക്ക് നന്നായിട്ട് ഇപ്പൊ മുമ്പേ എടുത്തതിനെക്കാട്ടിലും കംഫർട്ടബിൾ വെച്ചു കഴിഞ്ഞു പരിപാടി. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ആള് വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കത് കണ്ടാൽ പോലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ചുകൂടെ നമുക്ക് ആ പല്ലിലോട്ട് നന്നായിട്ട് അഡാപ്റ്റ് ആയിട്ട്
നമുക്ക് വരും. ഒരു എക്സ്ട്രാ ഒരു സാധനം ഇരിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് അതിൽ വരില്ല. ഇതൊരു പ്രൊമോഷനേ അല്ല, കാരണം ഇത് എൻ്റെ ആവശ്യമായിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. ഞാൻ ഒരുപാട് പേരെ ഞാൻ ചോദിച്ചു നല്ലൊരു ക്ലിനിക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാനായിട്ട്. അപ്പം അനുവട്ടം വന്നപ്പോൾ ഒരുപാട് റിസൾട്ട് കിട്ടി. നമ്മുടെ ശ്രീവിദ്യ, അവളുടെ പെട്ടെന്ന് അതെ അവളും ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നല്ല റിസൾട്ട് കിട്ടി. അപ്പം ഞാനും വിചാരിച്ചു എനിക്കിവിടെ വരണം. അങ്ങനെയാണ് ഞാൻ അനുവൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്ത് ഡോക്ടറിനടുത്ത് സംസാരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ എനിക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു, രാവിലെ വന്നിട്ട് ഇവിടെ വരാനായിട്ട്. അപ്പം എന്താ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങോട്ട് വന്നതാണ്. തീർച്ചയായിട്ടും കമ്പിടാനായിട്ട് ഇരിക്കുന്ന കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ദയവ് ചെയ്ത് അങ്ങോട്ട് പോകാണ്ട് ഇതുപോലെ അലൈനൻസ് ഇടുക. അതെ, സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ കഴിക്കാം, ഇതിട്ടിട്ട് കിടന്ന് ഉറങ്ങാം. കമ്പിടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പിടുമ്പോൾ ചുണ്ടിൽ കയറി മുറിഞ്ഞ് ബ്ലഡ് വരും, ഭയങ്കര പെയിനാണ്, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം വാതം ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെയാണ്. പിന്നെ ബുദ്ധിമുട്ട് കാരണം എല്ലാവരും പല്ല കമ്പി എടുത്ത് കളയുകയും ചെയ്തു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉള്ള കാര്യം ജെന്യുവായിട്ട് പറയാണ്, എനിക്ക് ഒരു ഇറിറ്റേഷനും ഫീൽ ചെയ്യുന്നില്ല. എല്ലാവരും ഇതുപോലെ അലയൻസ് ഇടുക എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു എന്താ പറയണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ. അതെ അതെ, നമ്മൾ ഇനിയും ഇതിന്റെ ബാക്കി നമുക്ക് പിന്നെയും ഫോളോ അപ്പ് പോലെ കാണിക്കാം. അതെ, ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, ഇവിടെ അലയൻസ് മാത്രമേ ഉള്ളൂ അത് എന്താ ഈ പറയുന്ന വേറെ ഈ പല്ലിൽ കമ്പിട അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നതെന്ന് മാത്രമല്ല, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും 2-3 സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ റൂട്ട് കനാൽ ആയാലും കമ്പി ഇടുന്ന ഡോക്ടേഴ്സ് ആയാലും. അപ്പൊ എന്നോട് ചോദിക്കും എന്തിനാ കമ്പി ഇടുന്ന ഡോക്ടറിനെ വെച്ചേക്കുന്നത് ചോദിക്കും, കാരണം അലൈനസ് പോലുള്ള ഒരു സംവിധാനം ഉള്ളപ്പോ. പക്ഷെ കമ്പി ഇടേണ്ട ചില കേസുകളുണ്ട്, കാരണം അത് കമ്പി അതെ ഒരുപാട് തള്ളല്, എല്ലിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഉള്ള ആൾക്കാർക്ക് കമ്പി തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക. എല്ല് അതായത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മോണയും കൂടെ അതെ അങ്ങനെയുള്ളവർക്ക് കമ്പി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സും നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. അലൈനസ് മാത്രമല്ല, നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഡോക്ടേഴ്സ് പറയുന്നതാണ് എപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് പല്ല് ക്ലീൻ ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കും, അപ്പം നമ്മളിപ്പം എന്റെ വീട്ടിലെ പാരന്റ്സ് ഒക്കെ പറയും എപ്പോഴും പോയി ക്ലീൻ ചെയ്യരുത്, പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടും, അതുകൊണ്ട് എപ്പോഴും ചെയ്യാൻ നിൽക്കരുതെന്ന് പറയും. അതിലെന്തെങ്കിലും ഉണ്ടോ? ഇതൊരു അൾട്രാസോണിക് ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നത് അൾട്രാസോണിക് ഡിവൈസ് വെച്ചിട്ടാണ്. അത് നമ്മൾ മിനിമൽ വൈബ്രേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ അഴുക്ക് മാത്രമേ എടുത്ത് കളയുന്നുള്ളൂ. അതിലൊരിക്കലും ഇനാമല് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും പോയി ചെയ്യണമെന്ന് ഞങ്ങൾ പറയില്ല. 6 മാസത്തിൽ ഒരിക്കലാണ് ഐഡിയലി പറയുന്നത്. അറ്റ്ലീസ്റ്റ് മിനിമം വൺസ് ഇൻ എ ഇയർ എങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഡൗട്ട് വെച്ചിട്ട് നമ്മളിപ്പോ ബ്രഷ് ഇട്ട് നമ്മൾ നന്നായിട്ട് പ്രഷർ കൊടുത്ത് ചെയ്യാറില്ലേ? അപ്പൊ എല്ലാം ഡോക്ടേഴ്സ് പറയാറുണ്ട് ഒരുപാട് പ്രഷർ കൊടുക്കരുത്. പിന്നെ രാവിലെയും വൈകിട്ടൊക്കെ ബ്രഷ് ചെയ്യുന്ന ഒരാളാ, അപ്പൊ ഒരുപാട് ഇട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പം ഒരു ചെരുപ്പ് നമ്മൾ യൂസ് ചെയ്ത് 1 വർഷത്തിൽ മേലെ കൊണ്ടുപോകത്തില്ല എന്നുള്ളത് കൊണ്ട് അതെന്തുകൊണ്ടാ? അത് കുറെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് തേയ്മാനം വരും. അതേപോലെ തന്നെ ചിലർക്കൊന്നും അറിയത്തില്ല കേട്ടോ. അതെ അതെ. ഇപ്പം ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷിങ്ങിന്റെ ടെക്നിക്ക് കറക്റ്റ് ആയിരിക്കണം. ഒരച്ച് പിടിച്ച് തേക്കരുത്, അതൊന്ന്. പിന്നെ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യരുത്, 2. അങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ ഈവൻ ബ്രഷിങ്ങിന്റെ ഒരു ടെക്നിക്കും കൂടെ ഒന്ന് ഒരു മൈൽഡ് ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫോഴ്സ് പല്ലിലേക്ക് കൊടുക്കാതെ ബ്രഷ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു ടെക്നിക്ക് അറിയത്തില്ല, ഇങ്ങനെ ചെയ്യണം കറക്റ്റ് ആയിട്ടെന്നുള്ളത്. എല്ലാരും പിടിച്ച് ഈ ഏത് മോഷൻ ആയാലും ഇപ്പൊ നമ്മൾ റൗണ്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഒരിക്കലും റൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ റൗണ്ട് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നതിന് കാരണം. അതുകൊണ്ടാണ് ഒരു സയൻസ് പരമായിട്ടൊന്നും പറയണ്ട, നോർമൽ ഒരു സെൻസ് വെച്ചിട്ട് ചിന്തിക്കാമെങ്കിൽ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിനിക്കിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പല്ല് വേദനയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം റൂട്ട് കനാൽ ചെയ്യുന്ന റൂട്ട് കനാൽ വന്ന് നിൽക്കത്തില്ല, ഇവിടെ വന്നിട്ട് ആ ഒരു പെയിൻ ഒക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോ അത് ഭയങ്കര പെയിൻ ആയിരിക്കും ചിലവർക്ക്. ആ പെയിൻ വരാത്ത രീതിയിൽ ഇഞ്ചക്ഷൻ വെക്കാൻ അങ്ങനെ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പൊ നീഡിലെസ് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. നീഡിൽ ഇല്ലാതെ നമുക്ക് ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ പറ്റും. അതായത് മരവിപ്പിക്കുന്നത് കുത്തി വെക്കാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ അറിയാൻ പറ്റില്ല. അപ്പൊ അതെ അതെ. അപ്പൊ അങ്ങനെയുള്ളപ്പം പല്ലിന് ഓൾറെഡി എല്ലാ ക്ലിനിക്കിലും അങ്ങനെ ഇല്ല, അത് അവൈലബിൾ ആയിട്ടില്ല എല്ലാ ക്ലിനിക്കിലും. പെയിൻലെസ് ഇഞ്ചക്ഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ നീഡിലെസ് ഇഞ്ചക്ഷൻസ് എന്ന് പറയും. അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമ്മൾ അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. അത് പേടിച്ച് പലരും ക്ലിനിക്കിൽ പോവാണ്ടിരിക്കാറുണ്ട്. അപ്പൊ ഇവിടെ സ്മൈൽ കൊച്ചിയിൽ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ? അതെ, അത് നല്ല കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാത്ത കാര്യങ്ങളൊക്കെ അതെ അറിയുമ്പോ ഭയങ്കര സന്തോഷമായി.
ഓക്കെ. സ്മൈൽ കൊച്ചി എന്നാണ് ക്ലിനിക്കിന്റെ പേര്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇടപ്പള്ളിയിൽ കടവന്ത്രയുണ്ട്, പിന്നെ ഇവിടെ പാലാരിവട്ടം 3 ബ്രാഞ്ചസ് ആട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലിനിക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി സർവീസ് എടുക്കാം. അപ്പോൾ എന്തായാലും 5 മാസം ചെയ്തിട്ട് ശരിയാക്കിയിട്ട് കാണാം കേട്ടോ. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity. Namaste Kochi. Ever felt confused to meet your dental surgeon? Is it the shy or the fear? Well, time to change your concepts. Witness the silence, elegance, and the safeness that we bring. Smile Kochi. Smile Kochi Dental Clinic invites you to a world of dental confidence. Smile Kochi. Pin at Panarivattam, Kochi. Smile Kochi. We welcome you with the best hospitality, swift analysis, and special care for all your needs. We offer a complete dental solution for all age groups, equipped with specialized doctors, dedicated staffs, new gen technologies. It's time to speak out your concerns and explore our latest trends and mindful treatments on 1. General dental care, 2. Cosmetic dentistry, 3. Instant emergency care. We have the best advisory and treatment expertise, connecting you to a world filled with gracious smiles. Smile Kochi. Worries? Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity.